പിരിയുന്നില്ലല്ലോ. ധാരാ. ഹലോ, ഞാനാടാ കുഞ്ഞപ്പനാന്നേ. ആ കുഞ്ഞപ്പ, നീയോ? പറടാ. ദേ ക്രിസ്മസ് ഒക്കെയാ, എല്ലാവരും പള്ളിയിലൊക്കെ പോകും. 24-ാം തീയതിക്ക് വീടും എല്ലാം സെറ്റായോ? ഇല്ലടാ, ഒന്നും സെറ്റായില്ല. എല്ലായിടത്തും ഇപ്പോൾ ക്യാമറയാണ്. പിന്നെ അവരിപ്പോൾ പോലീസുകാരോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാനൊരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. നീ കോള് പറ. വീട് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ്. അവിടെ ഒരു പുള്ളിക്കാരി ഒറ്റയ്ക്കൊക്കെയാണ് താമസം. അതുകൊണ്ട് ക്യാമറയോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ വേറൊരു മെയിൻ പ്രശ്നമുണ്ട്. അവരൊരു വിശ്വാസിയാടാ. നാട്ടുകാർ പറയുന്നവർക്ക് അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്ന. മുമ്പ് ഒരു കള്ളൻ അവിടെ കയറിയിട്ടുണ്ട്. അവൻ ഇവരുടെ മുമ്പിൽ ചെന്ന് പെട്ടു. ഇവരൊന്ന് സംസാരിച്ചോളൂ, അതോടെ അവൻ നന്നായി. ഇപ്പോൾ ഒരു ഗതിയില്ലാണ്ട് അവിടെ നടപ്പുണ്ട്. അത് മാത്രമല്ല, അവിടെ നിന്ന് എന്തൊക്കെ മോഷണം പോയോ അതൊക്കെ തിരിച്ച് അവിടെ തന്നെ എത്തുകയും ചെയ്യും. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു മാതാവിൻ്റെ പ്രതിമയുണ്ട്. അത് കുറച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതൊക്കെയാണ്. അതൊരു 1.5 മുതലാണ്. നല്ല വിലയൊക്കെ കിട്ടും. പക്ഷെ ഒരു പ്രശ്നം ഇതാ. അത് നീ പേടിക്കണ്ട. ഞാൻ വീട്ടിൽ കയറിയിരിക്കുമ്പോൾ ആ സാധനം പൊക്കിയിരിക്കുമ്പോൾ അവർക്ക് എന്നെ നന്നാക്കാനും പറ്റില്ല. കാരണം ഞാനേ പാതിരാക്കള്ളനാണ്. പാതിരാക്കള്ളൻ. എന്നെ തടയാൻ നോക്കണ്ട. ഞാനിത് കൊണ്ടുപോകും. എന്നെ പറഞ്ഞ് നന്നാക്കാനും നോക്കണ്ട. ഞാൻ പാതിരാക്കള്ളനാണ്. ഞാൻ നിന്നെ തടഞ്ഞില്ലല്ലോ മകനെ. ഈ വാതിൽ കൂടെ തന്നെ നിനക്ക് പോകാം. പക്ഷെ പോകുന്നതിന് മുന്നേ നീ ഒന്ന് ഓർക്കണം, നീ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത് ഓർമ്മ വേണം. നീ ഇവിടുന്ന് എന്ത് കൊണ്ടുപോയാലും അതിവിടെ തിരിച്ചെത്തും. ഇതല്ലേ നീ കൊണ്ടുപോകാൻ നോക്കുന്നത്? ഇതും നീ കൊണ്ടുപോക്കോ. പക്ഷെ ഇത് നീ കൊണ്ടുപോകുമ്പോഴത്തേന് ഇതായിരിക്കത്തില്ല നിന്റെ ഭവനത്തിലെത്തുമ്പോൾ. അത് മറ്റെന്തെങ്കിലും ആയിരിക്കും. ചിലപ്പോൾ ഒരു ക്രിസ്മസ് ഗിഫ്റ്റോ എന്തെങ്കിലും ആയിരിക്കും. ക്രിസ്മസ് അല്ലേ, എന്തായാലും ആഘോഷിക്കട്ടെ. അപ്പോൾ ഈ ശില്പോ? ആ ശില്പം മറ്റെന്തെങ്കിലുമായി മാറും. നിനക്ക് സ്വർഗത്തിൽ പോവണ്ടേ? വേണം, പക്ഷെ മോഷണം എനിക്ക് നിർത്താൻ പറ്റില്ല. ജനിച്ചപ്പം മുതലുള്ള ശീലം. ചൊട്ടലെ ശീലം അപ്പൊ ചുടല വരെ. അപ്പൊ ചുടലയിലെത്തിക്കത്തുള്ളൂ. എന്താണെങ്കിലും നന്നാവാനുള്ള ഒരു അവസരമാണ്. അതിവിടെ വെച്ചിട്ട് പോക്കോ. പക്ഷെ ആളൊഴിഞ്ഞ വീട് അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ആൾക്കാർ യാത്ര പോകുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇരിപ്പുറക്കില്ല. എനിക്ക് ആ വീട്ടിൽ കയറണം. അതൊരു വലിയൊരു പ്രശ്നമാണ്. എനിക്ക് നന്നാവാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. നിനക്ക് ഏതെല്ലാം വീടാണോ അങ്ങനെ നിനക്ക് തോന്നുന്ന ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നീ എനിക്ക് അയച്ചു തരണം. ഞാൻ ആ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവിടുത്തെ ഉടമകൾ അവിടെ തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ നീ ഒന്ന് ഓർക്കണം, അവിടേക്ക് നിനക്ക് പോകാൻ സാധിക്കില്ല, കാരണം അവിടെ ആളുകളുണ്ടാവും. എന്നാൽ ഞാൻ അങ്ങോട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, കാരണം കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയിലായിരിക്കും. നമ്പർ എന്നാ കുഞ്ഞ് പോയി നന്നായി വാ, ഞാൻ പ്രാർത്ഥിക്കാം. പാവം മണ്ടന. ഇതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാതാവിൻ്റെ ശില്പം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആ ലേഡിയുടെ വീട്ടിലെ ഗാനഭൂഷണി ക്ലീനിങ്ങിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസ്. പക്ഷെ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, അവിടുന്ന് എന്ത് മോഷണം പോയാലും അതവിടെ തിരിച്ചെത്തും. അതാണ് വിശ്വാസം. മോഷണം പോയെന്നറിഞ്ഞാലല്ലേ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 24-ാം തീയതി അവർ പാതിരാ കുർബാനയ്ക്ക് പോകുമ്പം നമ്മൾ അവിടെ കയറും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അവരുടെ കണ്ണിൽ ചെന്ന് പെടരുത്. ഇതിനു മുന്നേ അവിടെ കയറി ഒരുത്തനെ അവർ സംസാരിച്ച് നന്നാക്കി. ടെൻഷൻ ആവണ്ട, നമ്മളത് ബുക്ക് ചെയ്തിരിക്കും.